ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 20-ാം അധ്യായം 9 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളിൽ ഇന്ന് നാം ധ്യാനിക്കുന്നത് മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമയെക്കുറിച്ചാണ്. ഈ ഉപമയിൽ ഉടമസ്ഥൻ കൃഷിക്കാരെ തോട്ടം ഏൽപ്പിച്ചു പോകുന്നു. കൃഷിക്കാരാകട്ടെ ഉടമസ്ഥന്റെ ഹിതം നിറവേറ്റാതെ ഉടമസ്ഥന് അർഹതപ്പെട്ട ഓഹരി നൽകാതെയും തോട്ടം സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ്. ഉടമസ്ഥനയച്ച ഭൃത്യന്മാരെ ക്രൂരമായി മർദ്ദിക്കുകയും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് അവർ ഉടമസ്ഥൻ പാപം ചെയ്തു പോകുന്നു. ഉടമസ്ഥൻ അപ്പോൾ തന്റെ പുത്രനെ അയക്കുന്നു. ആ പുത്രന് യഥാർത്ഥ അവകാശിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവനെ തോട്ടത്തിന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കൊന്നുകളയുകയാണ് കൃഷിക്കാർ ചെയ്തത്. അങ്ങനെയെങ്കിൽ ഉടമസ്ഥൻ വരുമ്പോൾ ആ കൃഷിക്കാരെ നശിപ്പിക്കുമെന്നും തോട്ടം അവരിൽ നിന്ന് എടുക്കുമെന്നും പുതിയ കൃഷിക്കാരെ നിയോഗിക്കുമെന്നും തിരുവചനം വെളിപ്പെടുത്തുന്നു. ഈ ഉപമയിൽ ഉടമസ്ഥൻ ദൈവവും കൃഷിക്കാർ ഇസ്രായേലും, ഭൃത്യന്മാർ പ്രവാചകന്മാരും പുത്രൻ യേശുവുമാണെന്നും വചനം പറഞ്ഞു വയ്ക്കുന്നു. ഇസ്രായേൽ ജനത്തിനെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് മുതൽ ദൈവ പരിപാലനയിലാണ് അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അവർ ദൈവത്തിനെതിരായി പ്രവർത്തിക്കുകയും അനുസരണക്കേട് കാട്ടുകയും ചെയ്യുമ്പോൾ ദൈവം അവരെ നേർവഴിക്ക് നയിക്കുവാൻ വേണ്ടി ഭൃത്യന്മാരായ പ്രവാചകന്മാരെ അയക്കുന്നു, സ്വന്തം പുത്രനെ അയക്കുന്നു. എന്നാൽ അവരെ സ്വീകരിക്കാൻ തയ്യാറാകാതെ ആ ജനം പുത്രനെ കുരിശുമരണത്തെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ താൻ തിരഞ്ഞെടുത്ത ജനം വിശ്വസ്തരല്ലാതായി തീർന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ, ദൈവഹിതം നിറവേറുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ അവിടെ പുതിയ ജനം ഉയർക്കുന്നു. സഭ എന്ന പുതിയ സൗധം പണിയപ്പെട്ടു. ആ സഭയിൽ കൂടിയാണ് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി ഇന്നും നിറവേറ്റപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവരാജ്യ പദ്ധതിക്ക് മുൻഗണന കൊടുക്കേണ്ടതുണ്ട്, ദൈവഹിതം നിറവേറ്റപ്പെടേണ്ടത് ഉണ്ട് എന്ന് ഈ ഉപമ താക്കീത് ചെയ്യുന്നു. അതുകൊണ്ട് പുതിയ കൃഷിക്കാരെ പോലെ നമ്മൾ കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ദൈവം നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്ന കുടുംബം, ഇടവക, സഭ എന്നിവയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടതിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. ഈ നോയമ്പ് കാലത്ത് അതിനുവേണ്ട പുണ്യപ്രവൃത്തികൾ നമ്മെ പറ്റുന്നത് ചെയ്ത് ദൈവത്തിന്റെ ഹിതം അനുസരിക്കാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.